നെക്സ്റ്റ് തിയറം. ഈ തിയറം നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള തിയറമാണ്. 1.3.4 സി ആണ്. അന്ന് അവിടെ അത് പറഞ്ഞിട്ടില്ലായിരുന്നു. ആ പ്രിൻറ്റഡ് നോട്ട്സിൽ അതിൻ്റെ പ്രൂഫിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സോ ആ പ്രൂഫ് നിങ്ങൾ നോട്ട് നോക്കി പഠിക്കേണ്ട, നിങ്ങളിത് വീഡിയോ നോക്കി എഴുതിയെടുത്താൽ മതി. ഓക്കെ, തിയറത്തിൽ പറയുന്നത് if C is an infinite set and B is a finite set, then C minus B is an infinite set. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് തിയറമാണിത്. സോ നമ്മൾ ഒരു തിയറത്തിൻ്റെ പ്രൂഫ് പറയുന്ന സമയത്ത് ആ തിയറത്തിൻ്റെ മുമ്പ് പഠിച്ച കാര്യങ്ങൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് നമ്മളവിടെ മുന്നേ പഠിച്ചത് ഫൈനൈറ്റ് സെറ്റിൻ്റെ ഡെഫിനിഷനൊക്കെയാണ്. ഫൈനൈറ്റ് സെറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബൈജെക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ആണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം, ഒരു ഫൈനൈറ്റ് സെറ്റ് സി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ്, ബി എന്ന് പറയുന്നത് ഒരു സി എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റും ബി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റും. അങ്ങനെയാണെങ്കിൽ സി മൈനസ് ബി, ഞാൻ ഇത് സി ആയിട്ട് എടുക്കുന്നു, ഇത് ബി ആയിട്ട് എടുക്കുന്നു. സോ ചിലപ്പം സിക്കും ബിക്കും ഇൻ്റർസെക്ഷൻ ഉണ്ടാവാം, ചിലപ്പം ഇല്ലാതിരിക്കുക. ഇൻ്റർസെക്ഷൻ ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ വരും. സോ ഈ കേസിലാണെങ്കിൽ സി മൈനസ് ബി, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സിയിലുള്ളതും ബിയിലില്ലാത്തതും എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻ വരും. അതായത് നമ്മുടെ ഈ നടുക്കത്തെ ഈ ഇൻ്റർസെക്ഷൻ ഉണ്ടാവില്ല, ഇൻ്റർസെക്ഷൻ ഒഴിച്ചിട്ടുള്ള സിയിലെ പാർട്ടാണ് വരേണ്ടത്. പക്ഷേ ഇങ്ങനെയാണ് കേസ് എന്നുണ്ടെങ്കിൽ സിയിലുള്ളതും ബിയിലില്ലാത്തതും പറയുമ്പോൾ മൊത്തം സി വരും. സോ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഈ സി ഇൻഫൈനൈറ്റ് ആണെന്നും ബി ഫൈനൈറ്റ് ആണെങ്കിൽ ഈ സി മൈനസ് ബി ഇൻഫൈനൈറ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻഫൈനൈറ്റ് സെറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പ്രിസൈസ് ആയിട്ടൊരു ഡെഫിനിഷൻ പറയാനില്ല. നമുക്ക് ബി ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബൈജെക്ഷൻ ഉണ്ട് എന്ന് പറയാം. അങ്ങനെ ഒരു ബൈജെക്ഷൻ ഇല്ലെങ്കിലാണ് അത് ഇൻഫൈനൈറ്റ് സെറ്റ് ആകുന്നത്. അപ്പോൾ നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം ഫൈനൈറ്റ് സെറ്റ് അല്ല എന്ന് കാണിക്കുന്നത്. സോ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് സി മൈനസ് ബി ഇൻഫൈനൈറ്റ് സെറ്റ് എന്നാണ്. അപ്പം ഞാൻ അത് പ്രൂവ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ നെഗേഷൻ എടുത്ത് അസ്യൂം ചെയ്യുന്നു, എന്നിട്ടൊരു കോൺട്രഡിക്ഷൻ കൊണ്ടുവരികയാണ് ചെയ്യാൻ പോകുന്നത്. സോ സി മൈനസ് ബി ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം ഞാൻ എടുക്കുന്നു സി മൈനസ് ബി ഫൈനൈറ്റ് ആണെന്ന്. അങ്ങനെ സി മൈനസ് ബി ഫൈനൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്തതിന് ശേഷം ഞാൻ ഒരു കോൺട്രഡിക്ഷനിലേക്ക് എത്തുന്നു. എന്നിട്ട് ഞാൻ പറയുന്നു ആ കോൺട്രഡിക്ഷൻ കാരണം സി മൈനസ് ബി ഫൈനൈറ്റ് ആണെന്ന് എടുത്തതാണെന്നത്. സോ സി മൈനസ് ബി ഇൻഫൈനൈറ്റ് ആണെന്ന് കിട്ടും. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു സി മൈനസ് ബി ഫൈനൈറ്റ് ആണെന്ന്. അപ്പോൾ ഫൈനൈറ്റ് ആകുമ്പം അതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാകുക. സേ അത് ഒരു എം എലമെൻറ്റ്സ് ആണെന്ന് എടുക്കുക. അപ്പം അങ്ങനെ ഒരു സെറ്റിലെ എം എലമെൻറ്റ്സ് ആണെങ്കിൽ നമുക്കറിയാം ബൈ ഡെഫിനിഷൻ ദർ എക്സിസ്റ്റ് എ ബൈജെക്ഷൻ സേ ഫ്രം എൻ എം ടു സി മൈനസ് ബി. സി മൈനസ് ബിയിലേക്ക് എൻ എം എന്ന് ഒരു ബൈജെക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട് ബി ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് എഗെയിൻ നമുക്ക് സെയിം ഫൈനൈറ്റ് സെറ്റിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാം. കാരണം ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ അതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും. സേ ആ നമ്പർ സം എൻ ബിലോങ്സ് ടു എൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദർ എക്സിസ്റ്റ് എ ബൈജെക്ഷൻ ജി ഫ്രം എൻ എൻ ടു ബി. ബിയിലേക്ക് നമുക്ക് ഒരു ബൈജെക്ഷൻ കിട്ടും. ഇവിടുന്ന് എൻ എൻ എന്ന് ബിയിലേക്ക് ഒരു ബൈജെക്ഷൻ കിട്ടും. ഞാനതിനെ ജി എന്ന് വിളിക്കുന്നു. ഇനി ഈ എഫും ജിയും ഉപയോഗിച്ചിട്ടാണ് നമ്മളിനി കോൺട്രഡിക്ഷനിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സി മൈനസ് ബി എന്ന് പറയുന്ന ഈ സെറ്റിനെ കുറിച്ച് ഒന്ന് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ സി മൈനസ് ബി എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ. അപ്പം ഈ ഒരു കേസ് ചിലപ്പം എം ടി ആകാം, ചിലപ്പം നോൺ എം ടി ആകാം. അപ്പം ഞാൻ രണ്ട് കേസ് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് സി ഇൻ്റർസെക്ഷൻ ബി എം ടി ആണെന്നുള്ള കേസാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സി ഇൻ്റർസെക്ഷൻ ബി എം ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സി മൈനസ് ബി എന്ത് തന്നെയാകും?
സി മൈനസ് ബി എം ടി ആണ്. സി മൈനസ് ബി എം ടി ആണെങ്കിൽ സോറി സി ഇൻ്റർസെക്ഷൻ ബി, ഈ ഇൻ്റർസെക്ഷൻ പാർട്ട് എം ടി ആണെങ്കിൽ സി മൈനസ് ബി എന്ന് പറഞ്ഞാൽ അത് ഈ കേസാണ് വരുന്നത്. സി ഇൻ്റർസെക്ഷൻ ബി എം ടി ആവുന്ന കേസ്. അപ്പോൾ അവിടെ സി മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ സി തന്നെയാണ്. അപ്പം നമുക്ക് സി തന്നെ കിട്ടി. സി തന്നെ കിട്ടിയാൽ നമ്മളിവിടെ ഈ പറഞ്ഞ ബൈജക്ഷൻ ഇല്ലേ, എഫ് ഫ്രം എൻ എം ടു സി മൈനസ് ബി, അതിൽ ഈ സി മൈനസ് ബി എന്തായി മാറി? സി ആയി മാറി. സോ we obtain a bijection F from NM to C, which implies C is finite, because we obtain a bijection from NM to C, so C is finite. But given that C is an infinite set, so which is a contradiction. Therefore, this contradiction is due to our assumption that C minus B is finite, so that C minus B is infinite. So ഈ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് കേസ് എടുക്കുന്നു. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഈ കേസ് സി ഇൻ്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു 5, നോൺ എം ടി ആണ്. ഇനി ബി എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റാണ്. അതിൽ n എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ n എലമെൻറ്റ്സ് പ്രിസൈസ് ആയിട്ട് നമുക്ക് ഈ ബൈജക്ഷൻ എന്ന് പറയാൻ പറ്റും. കാരണം എന്താ, നമ്മൾ ഇവിടുന്ന് ഓരോ n എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര n എന്ന് പറയുന്ന ആ സെറ്റാണ്. ആ 1ൻ്റെ ഇമേജ് g ഓഫ് 1 എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. g ഓഫ് 2 എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. g ഓഫ് 3 ബിയിലുണ്ടാവും. ഇങ്ങനെ g ഓഫ് n വരെ എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. അപ്പോൾ ഇത് ബൈജക്ഷൻ ആയതുകൊണ്ട് ബിയിലെ എലമെൻസിനെ നമുക്ക് പ്രിസൈസ്ലി എന്ന് പറയാം. അത് ഏതൊക്കെയായിരിക്കുന്നത്? അത് ഇങ്ങനെയായിരിക്കും. g ഓഫ് 1 g ഓഫ് 2 എക്സെട്ര g ഓഫ് n ആയിരിക്കും. ഇനി നമ്മുടെ ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ബി എന്നുള്ള സെറ്റ് കൺസിഡർ ചെയ്യുക. അതായത് ഇതാണ് സി ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റ്. ഈ സി ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റ് ബിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സി ഇൻ്റർസെക്ഷൻ ബി ബിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് ബിയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണ്. ജി ഓഫ് 1 ജി ഓഫ് 2 എക്സെട്ര ജി ഓഫ് n ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് ഈ സി ഇൻ്റർസെക്ഷൻ ബി എങ്കിൽ ആ സി ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിയിലെ ഏതെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ബിയിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് ഐകളായിരിക്കും. അപ്പം അത് മാത്രമല്ല ബിയിൽ ടോട്ടൽ n എലമെൻറ്റ്സ് ആയിട്ടുള്ളത്. സോ അതിനേക്കാളും ഒന്നുകിൽ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് എലമെൻറ്റ്സ് ആയിരിക്കും ഈ സി ഇൻ്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവുക. ആ ജി ഐസ് ഞാനതിന് ഇങ്ങനെ ഇൻഡെക്സ് ചെയ്യുന്നു. ജി ഓഫ് I1 ജി ഓഫ് I2 എക്സെട്ര ജി ഓഫ് IK. ഈ I1 I2 എക്സെട്ര IK എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒക്കെ എലമെൻറ്റ്സ് ആയിരിക്കും. ഞാനൊരു ഓർഡറിങ് കിട്ടാൻ വേണ്ടി ഞാൻ അതിനെ ഇങ്ങനെ എഴുതുന്നു. അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഈ I1 I2 എക്സെട്ര IKനെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി, അത്രയേ ഉള്ളൂ. അത് 1ൻ്റെയും n-ൻ്റെയും ഇടയ്ക്കുള്ള ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ആ എലമെൻറ്റ്സിൻ്റെ എണ്ണം എന്തായാലും n-നേക്കാളും ചെറുതായിരിക്കും. ആ എലമെൻറ്റ്സുകളുടെ നമ്പറിനെ ഞാൻ k എന്ന് എടുത്തു. അതായത് സി ഇൻ്റർസെക്ഷൻ ബിയിൽ k എലമെൻറ്റ്സ് ഉണ്ട് എന്ന് എടുത്തു. ആ k n-നേക്കാളും ചെറിയ ഒരു നമ്പറായിരുന്നു. ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സി ഇൻ്റർസെക്ഷൻ ബിയിൽ k എലമെൻറ്റ്സ് ആണ് ഉള്ളത്. സോ k എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ ഞാൻ NKയിൽ നിന്ന് സി ഇൻ്റർസെക്ഷൻ ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു j എടുക്കുന്നു. സോ h ഓഫ് j എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് g ഓഫ് ij എന്ന് ഡിഫൈൻ ചെയ്യുന്നു. g ഓഫ് ij എന്ന് പറഞ്ഞാൽ ഇതിലത്തെ ഏതെങ്കിലും എലമെൻറ്റ്സ് ആയിരിക്കും. കാരണം j വേരീസ് ഫ്രം 1 to k ആണ്. സോ ദാറ്റ് ഇസ് ഐദർ g ഓഫ് I1 g ഓഫ് I2 g ഓഫ് IK. അതിലത്തെ ഏതെങ്കിലും എലമെൻറ്റ്സ് ആയിരിക്കും വിച്ച് ബിലോങ്സ് ടു സി ഇൻ്റർസെക്ഷൻ ബി. അപ്പം ഈ മാപ്പിംഗ് വെൽ ഡിഫൈൻഡ് ആണ്. h ഫ്രം NK ടു സി ഇൻ്റർസെക്ഷൻ ബി. അതുപോലെ തന്നെ ഇത് ക്ലിയർലി 1 1 ആണ്, 1 2 ആണ്, ബിക്കോസ് g ഈസ് ബൈജക്ഷൻ. സോ ദിസ് ഇസ് അഗൈൻ എ ബൈജക്ഷൻ. സോ നമുക്ക് ഒരു ബൈജക്ഷൻ കിട്ടി. ഇവിടുന്ന് സി ഇൻ്റർസെക്ഷൻ ബിയിലേക്ക് ഒരു ബൈജക്ഷൻ കിട്ടി. ദാറ്റ് മീൻസ് സി ഇൻ്റർസെക്ഷൻ ബി ഈസ് ഫൈനൈറ്റ്. ഇനി ഞാൻ ഈ എച്ചും
നേരത്തെ നമ്മുടെ എഫ് ഉപയോഗിച്ചിട്ട് ഒരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുകയാണ്. അതിൻ്റെ ഡൊമെയിൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്പർ എം, ഇവിടുത്തെ നമ്പർ കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് എം പ്ലസ് കെ. അതായത് ഇതിപ്പോൾ 1 to 5 ആണ്, ഇത് ഒരു 1 to 3 ആണെങ്കിൽ ഞാൻ എടുക്കുന്നത് 8 ആയിരിക്കും. അതായത് 1 to 8. അപ്പം ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നു എൻ എം പ്ലസ് കെയിൽ നിന്ന് സിയിലേക്ക് ഒരു ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതായത് ആക്ച്വലി ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സി മൈനസ് ബി എന്ന് പറയുന്ന പാർട്ട് ഇതല്ലേ. അപ്പോൾ ഈ പാർട്ടിൽ നമ്മളെ ഫംഗ്ഷൻ എഫ്, ഈ സി ഇൻ്റർസെക്ഷൻ ബിയിൽ നമ്മളെ ഫംഗ്ഷൻ ഇപ്പം ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എച്ച്, ഇത് രണ്ടും കൂടി വെച്ചിട്ട് ഞാൻ ജി ഡിഫൈൻ ചെയ്യണം മൊത്തം സിയിൽ. ആ സിയിൽ ഈ പാർട്ടിലുള്ള ഫംഗ്ഷൻ എഫ് ആയിട്ടും ഈ പാർട്ടിലുള്ള ഫംഗ്ഷൻ എച്ച് ആയിട്ടും ഞാൻ ഡിഫൈൻ ചെയ്തിട്ട് മൊത്തം സിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അതിന് ഞാൻ ക്യാപിറ്റൽ ജി എന്ന് വിളിക്കുന്നു. അതാണ് ഈ കാണുന്ന ജി. ജി ഓഫ് ഐ ഇസ് ഈക്വൽ ടു ഐ ഈക്വൽ ടു 1 to m, അതായത് ഈ എൻ എമ്മിലുള്ള അത്രയും ഐകൾക്ക് എഫ് ഓഫ് ഐ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതായത് എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ അത് സി മൈനസ് ബിയിൽ കിടക്കും. പിന്നെ അതിന് ശേഷമുള്ള ഇപ്പം ഞാൻ എം പ്ലസ് കെ വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എം വരെ ഇവിടെ പോയി. പിന്നീട് എം പ്ലസ് 1 മുതൽ എം പ്ലസ് കെ വരെയുള്ള വാല്യൂസിന് ഞാൻ കൊടുക്കുന്നത് എച്ച് ഓഫ് ഐ മൈനസ് എം ആണ്. എച്ച് ഓഫ് ഐ മൈനസ് എം കൊടുക്കാൻ കാരണം ഇവിടെ ഞാൻ ഐ ഈക്വൽ ടു എം പ്ലസ് 1 കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എം പ്ലസ് 1 മൈനസ് എം എച്ച് ഓഫ് 1 കിട്ടും. അതായത് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. എം പ്ലസ് 2 കൊടുത്താൽ എം പ്ലസ് 2 മൈനസ് എം, ദാറ്റ് ഈസ് എച്ച് ഓഫ് 2 കിട്ടും. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് കിട്ടും. ലാസ്റ്റ് എം പ്ലസ് കെ കൊടുത്താൽ നിങ്ങൾക്ക് എച്ച് ഓഫ് കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ലാസ്റ്റ് എലമെൻറ്റ് കിട്ടും. അപ്പം എച്ച് ഓഫ് ഐ മൈനസ് എന്ന് ഡിഫൈൻ ചെയ്തു. ഈ എച്ച് ഓഫ് ഐ മൈനസ് എം ഈസ് ആക്ച്വലി എന്താണ്? ജി ഓഫ്, ഇതിനെ ഐ ഇൻഡെക്സിങ് മാറ്റി ചെയ്താൽ ജി ഓഫ് ജെ ഐ മൈനസ് എം കിട്ടും. ഓക്കെ, അങ്ങനെ ഞാൻ ഈ ജി ഡിഫൈൻ ചെയ്തു. ഈ ജി എങ്ങനെയായിരിക്കും? ഈ ജി ക്ലിയർലി ബൈജക്ഷൻ ആയിരിക്കും. എഫ് ബൈജക്ഷൻ ആണ്, എച്ച് ബൈജക്ഷൻ ആണ്. ഇവിടെ സെയിം എലമെൻറ്റ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് ക്ലിയർലി ഇറ്റ് ഈസ് 1 1 ആൻഡ് 1 2. സോ ജി ഈസ് എ ബൈജക്ഷൻ. ജി ബൈജക്ഷൻ ആണെങ്കിൽ ഇത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റാണ്. അതിൽ നിന്ന് സിയിലേക്ക് ഒരു ബൈജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ സി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയി മാറി. But that is a contradiction because C is infinite. So അപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സി മൈനസ് ബി എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റായിരിക്കും കിട്ടും. ഓക്കെ.